ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ എടുക്കുകയാണ്, ലോങ് വീഡിയോ. സമയമില്ലാത്തതുകൊണ്ട് നല്ല ചെറിയൊരു പണിക്കാരനാണ് വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. അതായത് ഇപ്പോൾ എനിക്ക് 38 വീക്സ് ആയി. അപ്പം ഇനി ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഡെലിവറി നടക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എമർജൻസി ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാം. ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഉൾക്കൊള്ളിക്കുന്നില്ല. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബാക്ക് പാക്കിംഗ് ഉണ്ട് എൻ്റെ. എല്ലാം അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുന്ന രീതിയിലാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കുന്നില്ല. ഇവിടെ നമ്മുടെ വീടിന് തൊട്ടടുത്താണ് ഹോസ്പിറ്റൽ, ഒരു 2 കിലോമീറ്റർ അടുത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് വന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള അത് അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ആദ്യം ബേബിക്കുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാം. ബേബിക്കുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് കഴുകി വെയിലത്തിട്ട് ഉണക്കി മടക്കി വെച്ച സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ വാങ്ങിച്ച പാടെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് ബേബിയുടെ സാധനങ്ങൾ വെക്കാനായിട്ട് ഇതേപോലെയുള്ളൊരു ബാസ്ക്കറ്റാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിക്കുക. അതിന് മുന്നേ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കണം, എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ലിസ്റ്റൊക്കെ തയ്യാറാക്കി അതിനനുസരിച്ചാണ് ഓരോന്നും വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബേബിക്കുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനം എടുക്കേണ്ടത് ആദ്യമേ വെക്കുകയാണ്. ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ഏറ്റവും മുകളിലായിട്ട് വെക്കുന്ന രീതിയിൽ പാക്ക് ചെയ്യാം. ഒറ്റയായിട്ട് എടുത്തുകൊണ്ട് പോയാൽ മതി ഇവിടുന്ന്. അപ്പോൾ ആദ്യം ഞാൻ വെക്കുന്നത് ഒരു ബേബി റാപ്പറാണ്. ബേബി റാപ്പർ. ഇത് വീട്ടിലേക്ക് ബേബീനെ കൊണ്ടുവരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്ചാർജ് ആവുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊരു ബേബി റാപ്പർ കരുതുന്നത്. ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് ബേബീനെ കുളിപ്പിക്കാനായിട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു 4 ഡ്രൈ ഷീറ്റാണ് എടുക്കുന്നത്. പർപ്പിൾ ഉണ്ട്, ബ്ലൂ ഉണ്ട്, മെറൂൺ ഉണ്ട് ആൻഡ് ലാവൻഡർ. അങ്ങനെ ഒരു 4 ഷീറ്റ്. അപ്പോൾ ഇത് നമുക്കെടുക്കാം. 3 ഹുഡൽ ടവൽസ്. 3 എണ്ണത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും പറയാണ്. ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യം വരും. അപ്പം മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലക്കിയിട്ട് ഉണങ്ങാനും ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 3 ഹുഡൽ ടവൽസ് ഉണ്ട്. ഇതും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഫേസ് ടവൽസ് ആണിത്. ഇതൊരു 5 ഫേസ് ടവൽസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. 5 ഫേസ് ടവൽസ്. പിന്നെ വേറെ ഫേസ് ടവൽസ് നമ്മൾ വൈറ്റ് ക്ലോത്തിൽ, വൈറ്റ് കോട്ടൻ്റെ മെറ്റീരിയലിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം 5 പീസസ് മതിയാവും. പിന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് വലിപ്പമുള്ള ഹുഡഡ് ടവൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. പിന്നെ 2 സ്വാഡിൽസ് ആണ് എടുത്തേക്കുന്നത്. നല്ല പ്രിൻ്റ് വരുന്ന ടൈപ്പ് 2 സ്വാഡിൽസ് എടുത്തിട്ടുണ്ട്. ക്യാപ്പ് മിറ്റൻ ബുട്ടീസ് വരുന്ന 2 സെറ്റ്. അത് വൈറ്റ് തന്നെ ഞാൻ വാങ്ങിച്ചു. കളേഴ്സ് ഒന്നും വാങ്ങിച്ചില്ല, കാരണം കളേഴ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ പിന്നെ മേടിക്കാം. കാരണം വൈറ്റ് ഞാൻ അന്വേഷിച്ചിട്ട് ഇങ്ങനെ വൈറ്റ് മാത്രമായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഓൺലൈനിൽ കണ്ടപ്പോഴത്തേനും അതങ്ങ് വാങ്ങിച്ചു. അങ്ങനെ അത് 2 എണ്ണമായി. 1 സീസാണ് അത്. ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന പോലെ 3 പ്രിൻ്റിൽ ഇതൊന്ന്, പിന്നെ സ്ട്രൈപ്സ് ഉള്ളത് പോലത്തെ ഒരെണ്ണം, പിന്നെ പ്ലെയിനായിട്ട്. അങ്ങനെ 1 സീസ് 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് സ്വെറ്ററാണ്. എന്നുവെച്ചാൽ സാധാരണ ഹോസ്പിറ്റൽ ഒന്നും സ്വെറ്റേഴ്സ് വേണ്ട. ഹോസ്പിറ്റൽ ബാക്ക് പാക്ക് വീഡിയോസ് ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആരും സ്വെറ്റേഴ്സ് ഒന്നും കൊണ്ടുപോകാറില്ല. പക്ഷെ നമ്മുടെ ഇവിടെ സ്വെറ്റർ ചോദിക്കുമുണ്ടെങ്കിൽ സ്വെറ്റർ കൊടുക്കാൻ പറയും. കാരണം കുറച്ച് തണുപ്പുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് സ്വെറ്റർ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറയും. അതുകൊണ്ട് നമ്മൾ ഒരു സ്വെറ്റർ, ഒരു ചെറിയ സ്വെറ്റർ നമ്മൾ എടുക്കുന്നുണ്ട്. കൂടെ അതിൻ്റെ കൂടെ ഒരു ക്യാപ്പും വരുന്നുണ്ട്, 2 ബൂട്ടീസും വരുന്നുണ്ട്. കെട്ടുടുപ്പുകൾ ഇതിപ്പം പല കളേഴ്സിൽ പ്രിൻ്റ് വരുന്ന ടൈപ്പാണ് കേട്ടോ. പ്രിൻ്റഡ് ആയിട്ടുള്ള കെട്ടുടുപ്പുകൾ ഇതൊരു 5 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ളതിൽ വരുന്ന ഒരു 5 കെട്ടുടുപ്പുകൾ അതിൽ എടുക്കുന്നുണ്ട്. ഏറ്റവും നമ്മൾ കോട്ടൺ ക്ലോത്ത് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത്
അടക്കി വെച്ചിരിക്കുകയാണ്. അത് പല സൈസിൽ. നമ്മൾ ഡയപ്പേഴ്സ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ചധികം കോട്ടൺ ക്ലോത്ത്സുകൾ എടുക്കുന്നുണ്ട്. കോട്ടൺ ക്ലോത്ത്സ് പല സൈസിൽ, ഓരോന്നോരോ സൈസിലാട്ടോ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് വലിപ്പം കൂടിയതാണ്. ഇതാണ് ബേബീനെ നമുക്ക് റാപ്പ് ചെയ്യാനും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തതാണ്. ഇതൊരു കവറിലാക്കി വൈറ്റ് ക്ലോത്ത് മാത്രം വയ്ക്കാം, അല്ലെങ്കിൽ ഫുൾ നമ്മൾ എപ്പോഴെപ്പോഴും എടുക്കുമ്പോഴത്തേന് അത് വലിച്ചു വാരി അത് ബാസ്ക്കറ്റിൽ തന്നെ ഇടണ്ടേ. വൈറ്റ് കോട്ടൺ ക്ലോത്തുകൾ മാത്രം ഈ ഒരു കവറിലാക്കി നമ്മൾ ഇതങ്ങനെ വെക്കാം. അങ്ങനെ ഇതിനകത്ത് പ്ലേസ് ചെയ്യാം. റിസീവിങ് ടവൽ, ഇതാണ് ബേബിയുടെ റിസീവിങ് ടവൽ. ആദ്യം വയ്ക്കാം. മദർസ് ഫാഷൻ്റെ വൈപ്സ് ആണ് ഇത്. ഒരുപാട് റിവ്യൂസൊക്കെ കണ്ട് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം വാങ്ങിച്ചാണ് കേട്ടോ. ഇത് 99% പ്യുവർ വാട്ടറാണ്. വേറെ ഫ്രാഗ്രൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര സോഫ്റ്റാണ്, നല്ലതാണ്. അപ്പം ഇത് നമ്മൾ 2 ഇതെടുക്കുന്നുണ്ട്. 2 തികയത്തില്ല, നമുക്ക് മേടിക്കാം. അതിന് ശേഷം അത്യാവശ്യം ഇപ്പോൾ 2 നമുക്ക് ക്യാരി ചെയ്യാം. ഡയപ്പറാണ്. ഡയപ്പർ ഞാനിപ്പോൾ പാമ്പേഴ്സിൻ്റെ ഡയപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഞാൻ ബേബിക്ക് വേണ്ടി പാക്ക് ചെയ്യുന്ന ഐറ്റംസ്. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇത് എൻ്റെ ബാഗ് പാക്ക് ചെയ്യാണ്. അപ്പം ഞാൻ ഈ ഒരു ചെറിയ ബാഗിലാണ് സാധനങ്ങൾ എടുക്കുന്നത്. എൻ്റെ ബാഗ് എന്ന് പറയുമ്പോൾ എൻ്റെ ഐറ്റംസ് ഉണ്ട്. ബൈസ്റ്റാൻഡറായിട്ട് മമ്മിയും പിന്നെ ഹസ്ബൻഡും നിൽക്കാം. അപ്പം ഹസ്ബൻഡിൻ്റെയും ഐറ്റംസ് പിന്നെ എല്ലാ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അങ്ങനെ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം വീടിന് തൊട്ടടുത്താണ്, ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ 2 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പം വീട്ടിൽ വന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കാം, ഫ്രഷ് ആവാം, അല്ലെങ്കിൽ വാഷ് ചെയ്യണമെങ്കിലൊക്കെ വീട്ടിൽ വന്നിട്ട് പോയി വരാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം ഞാൻ ഫീഡിങ് ഫ്രോക്ക് നൈറ്റി ഒരു 4 എണ്ണമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ 2 എണ്ണം ഞാനിതിൽ വയ്ക്കുന്നുണ്ട്. 2 എണ്ണം ഷേപ്പ് ആക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ട് അത് ഇതിലെടുത്ത് വെക്കാം. 5 പാൻറ്റീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് ബ്ര, ഫീഡിങ് ബ്ര, അതൊരു 3 എണ്ണമാണ് വാങ്ങിച്ചേക്കുന്നത്. കാർമസിയുടെ ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസ് ആണ്. ഇത് 4 എണ്ണം, ഒരു പാക്കിൽ 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ചെറിയ പാക്ക് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് കൂടാതെ ഞാൻ പീരിയഡ്സിൻ്റെ ടൈമിൽ യൂസ് ചെയ്യുന്നത് സോഫിയുടെ അതാണ്, പാഡ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സോഫിയുടെ ഈ 2 ടൈപ്പ് XL വരുന്ന, ഒരു റെഗുലറും ഒരു XL, അത് 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കെടുക്കാം. പിന്നെ ലവ് ലാബിൻ്റെ ബ്രസ്റ്റ് പമ്പ്, മാനുവൽ ബ്രസ്റ്റ് പമ്പാണ്. അപ്പോൾ നമുക്ക് ആവശ്യം വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും ഇൻ കേസ് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വേണം. കാരണം പെട്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അടുത്ത് മെഡിക്കൽ ഷോപ്പിൽ ഇതൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇത് നേരത്തെ നമ്മളെന്തായാലും കൊണ്ടുപോകണം. ലവ് ലാബിൻ്റെ ആണ്, നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് കൊണ്ടുപോകാം. ഹോം കമ്മിങ് ഡ്രസ്സാണ്, വീട്ടിലേക്ക് വരുമ്പോൾ ഇടാനായിട്ടുള്ള ഹോം കമ്മിങ് ഡ്രസ്സ്. അപ്പം അത് ഒരെണ്ണം എടുത്ത് വെക്കാം. ഈ ഒരു ബാത്ത് ടവൽ എടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഒരു വൈറ്റ് ടവലും ഒരു കളറിൽ വരുന്ന ടവലും, ഇത് ഇത്രയും എടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ബെഡ്ഷീറ്റ് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ 2 മുണ്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു കളറിലുള്ളൊരു മുണ്ടും പിന്നെ അതുപോലെ തന്നെ വൈറ്റ് മുണ്ടും എടുക്കുന്നുണ്ട്. ഇത് 2ഉം ആവശ്യം വരുവാണെങ്കിൽ, ഇത് ആവശ്യം വരുമല്ലോ എന്ന് അറിയത്തില്ല. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് നമുക്ക് കൊണ്ടുപോകണം. പക്ഷേ എനിക്ക് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഒന്നും ഇവിടെ ഇല്ല. കാരണം ഹോസ്പിറ്റലിൽ തന്നെയാണ് എൻ്റെ റെക്കോർഡ്സ് എല്ലാം കീപ്പ് ചെയ്യുന്നത്. ഇവിടെ സഹായഗിരി ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ തവണ ചെല്ലുമ്പോഴും നമുക്ക് ചെയ്യുന്ന ടെസ്റ്റുകളും കാര്യങ്ങളും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഫയലിൽ അവർ കീപ്പ് ചെയ്ത് അവിടെയാണ് സൂക്ഷിക്കുന്നത്. നമ്മുടെ കയ്യിൽ തന്നു വിടില്ല. അപ്പോൾ എല്ലാം അവിടെയുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഒന്നും എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഓരോ തവണ സ്കാനിങ്ങിന് പോകുമ്പോൾ കൈവീശിയാണ്, സ്കാനിങ് ചെക്കപ്പ് അങ്ങനെയൊക്കെ പറയുമ്പോൾ കൈവീശിയാണ് പോകുന്നത്. ഒന്നും എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, എല്ലാം അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ID പ്രൂഫ്സ്, നമ്മുടെ ആധാർ കാർഡ്, ID കാർഡ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. ടോയ്ലറ്ററീസ്, അതായത് നമുക്ക് സോപ്പ്, ബ്രഷ്, ചീപ്പ്, പിന്നെന്താണ് ബുഷ്, പിന്നെ അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, സ്കിൻ കെയറും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് എടുത്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ
ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഡെലിവറി ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ചെക്കപ്പിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഹെൽത്തി ആയിട്ടിരിക്കുന്നു, ബേബി ഹെൽത്തി ആയിട്ടിരിക്കുന്നു, ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം ഉടനെ അടുത്ത എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.